എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ഈ അടുത്ത കാലത്ത് നിരന്തരം നേരിടുന്ന ഒരു ആക്ഷേപമാണ് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസി എന്നത്. മറ്റ് ഒന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ 193 കേസുകൾ ഇ.ഡി. എടുത്തിട്ടുള്ളതിൽ 2 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജാർഖണ്ഡിലെ 2 മുൻ മന്ത്രിമാർ. ബാക്കി 191 കേസുകളുടെ കാര്യത്തിലും ഒന്നെങ്കിൽ വിചാരണ ഇല്ലാതെയോ വിധിയില്ലാതെയോ അത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നതാണ്. പക്ഷെ അതാത് സമയങ്ങളിൽ ഇ.ഡി. റെയ്ഡിലൂടെ ഈ ആളുകളെ നിർവീര്യമാക്കാനും അവരെ രാഷ്ട്രീയമായി തളർത്താനുമൊക്കെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സമാന സ്വഭാവത്തിൽ തന്നെ ആക്ഷേപം ഉണ്ടാകുന്നു. വലിയ പ്രതിരോധം, രാഷ്ട്രീയ പ്രതിരോധം ഇവിടെ ഉണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ ഏതാണ്ട് മ്ലാനതയിൽ കഴിഞ്ഞിരുന്ന പാർട്ടി വീണ്ടും സമരമുഖത്ത് ഊർജ്ജസ്വലമായി മാറുന്ന രാഷ്ട്രീയ കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഇ.ഡി. റെയ്ഡോടുകൂടി ബി.ജെ.പി മറ്റൊരു ആക്ഷേപം നേരിടുകയാണ്. അത് കോൺഗ്രസ് ബി.ജെ.പി കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മോഡി ഇ.ഡി. വി.ഡി. എന്ന ബാനർ എഴുതിക്കൊണ്ടായിരുന്നു ഇന്നത്തെ CPM-ന്റെ പ്രതിഷേധങ്ങൾ മിക്കതും നടന്നത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? അങ്ങ് വായിച്ചത് അർത്ഥസത്യമാണ്. കാരണം ഇ.ഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള 50 കേസുകളിൽ 46 കേസുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ധാരാളം കേസുകൾ നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ കള്ളപ്പണ ഇടപാടുമൊക്കെ അന്വേഷിക്കുമ്പം സ്വാഭാവികമായിട്ടും തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ തെളിവുകൾ ഇല്ലാത്ത വിധത്തിൽ അത്തരത്തിലുള്ള തട്ടിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരിക്കും ആ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തെളിയിച്ചെടുക്കാൻ സമയമെടുക്കും. അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ കാലം ആവശ്യമായിട്ട് വരും. അതിനെ അങ്ങനെ മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇ.ഡിയുടെ സ്ട്രൈക്ക് റേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് വെച്ച് പരിശോധിച്ചാൽ 94.3 അപ്പം അങ്ങ് വായിച്ചത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് അതിനകത്ത് എൻ്റെ അഭിപ്രായം. 2, ഇവിടെ അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതോടുകൂടി CPM ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അങ്ങയുടെ നറേറ്റീവ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ CPM എന്നൊരു ഗുണ്ടാ പാർട്ടിയാണ്. ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യുകയും ഒരു പാവപ്പെട്ട വണ്ടിക്കാരൻ, ഒരു ടാക്സിക്കാരൻ, അയാളുടെ ടാക്സി മൊത്തം ആ 3 വണ്ടികളും അടിച്ച് തകർത്ത് പൊളിച്ച് അയാളുടെ കണ്ണും അടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്തൂടെ വീണ്ടും ഊർജം വീണ്ടെടുത്തു, CPM ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗുണ്ടാ പാർട്ടിയാണെന്ന് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു കേസ് അന്വേഷിക്കാൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ്, ഒരു കേസിൻ്റെ അന്വേഷണമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതിന് തൊട്ടടുത്ത മൊമെന്റിൽ ഇ.ഡി. അത് അന്വേഷിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ കോടതികളിൽ ഈ കേസ് അന്വേഷണം തടഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മദ്രാസ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, എത്ര കോടതികളിലാണ് ഈ കേസ് അന്വേഷണം പല വഴിക്ക് തടയാൻ CMRലും എക്സാലോജിക്കും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനകത്തുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുന്ന ആൾക്കാരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നതിൻ്റെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഇതൊരു ചെറിയൊരു ക്രൈമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു വശത്ത് നിൽക്കുന്നത് ആരാണ്? KSIDCക്ക്, കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് CMRL. ആ CMRL നിന്ന് 2.78 കോടി രൂപ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ ഒരു ഷെൽ കമ്പനി കൈപ്പറ്റിയിരിക്കുന്നു. 13 സ്റ്റാഫ് മാത്രമുള്ള ആ കമ്പനി എന്ത് സേവനമാണ് CMRL നൽകിയത് എന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ CPM നേതൃത്വം തയ്യാറാവണ്ടേ? എന്ത് സേവനത്തിനാണ് 2.78 കോടി രൂപ CMRL നൽകിയിരിക്കുന്നത്? ഇത് അന്വേഷിച്ച SFIയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? SFIയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന പൈസയെ സംബന്ധിച്ചുള്ള ഒരു ഇൻവോയ്സും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു രേഖകളുമില്ല. ഈ കൊടുത്തിരിക്കുന്നത് മൊത്തം കാണിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ചെളി നീക്കൽ ചാർജ് എന്നൊക്കെയാണ്. എന്ത് ചെളിയാണ് CMRL നിന്ന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നീക്കിയത്? അത് പറയാനുള്ള ബാധ്യത, ധാർമ്മിക ബാധ്യത ഇവർക്കുണ്ട്. അപ്പോൾ അതിനെ CPM-നെ തകർക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചാൽ അതിനകത്ത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ VD സതീശനും തമ്മിലുള്ള ഡീലാണെന്ന്. എന്ത് ഡീലാണുള്ളത്? ഈ ഡീൽ ആരോപണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ മുമ്പ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കുറച്ച് മുമ്പ് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു, ഞങ്ങളെ അറിയിക്കാതാണ് വന്നത്, ഞങ്ങളെ അറിയിച്ച് വന്നിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടുന്ന സംരക്ഷണമെല്ലാം ഒരുക്കിയെന്നുള്ളത്. ശരിയാണ്, നിങ്ങളെ അറിയിക്കാതാണ് വന്നത്. എവിടെയാണ് ലോക്കൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് കേരളത്തിൽ ഇ.ഡി. അന്വേഷണത്തിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ CBI റെയ്ഡിന് വന്നിട്ടുള്ളത്? ആരെ അറിയിക്കേണ്ടുന്നത്? ആരാ ഇന്ന് മ്യൂസിയം SHO ആയിട്ടിരിക്കുന്നത്? ഇവരുടെ പാർട്ടിയുടെ CPM പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ആരല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? മ്യൂസിയം SHO ആയിട്ട് പുതിയതായിട്ട് നിയമിച്ച ആരാണെന്ന് അദ്ദേഹത്തെ ആയിരുന്നു അറിയിക്കേണ്ടത്. ഞങ്ങൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ ശ്രീമതി വീണ ടിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വന്നു.
ആ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ പോലീസ് എത്തി, അവിടെ വലിയ രീതിയിൽ മോബുണ്ടായി, പാർട്ടി പ്രവർത്തകർ വലിയ മുതൽ മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം തീർത്ത് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത കേരള പോലീസിനുള്ളതാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിൽ കേരളത്തിന്റെ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇഡിക്ക് 2 കിട്ടിക്കോട്ടെ എന്ന് ഒരു ഡീൽ CPM-ഉം കോൺഗ്രസും കൂടി ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട്, ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഈ അന്വേഷണം ഇല്ലാതാകുന്നുള്ളൂ. ഇത് കൂടുതൽ പ്രൊവക്കേഷൻ ഉണ്ടാക്കുകയല്ലേ ചെയ്യത്തുള്ളൂ. നോക്കൂ, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചും അക്രമം നടത്തിയും ഏതെങ്കിലും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, കേന്ദ്ര ഏജൻസികളല്ലേ. അവർ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് ജനാധിപത്യമായ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്, പ്രതിഷേധിക്കും. നോക്കൂ, 9 മണിക്കൂർ CBIക്ക് മുമ്പിൽ പോയി ഹാജരായിരുന്ന ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് 9 മണിക്കൂറാണ്, ഒരു ദിവസത്തിന്റെ 9 മണിക്കൂറാണ് തുടർച്ചയായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ജയിലിലടക്കപ്പെട്ടിരുന്ന ആളായിരുന്നു ഒരു കേസുണ്ടാക്കിയിട്ട് അമിത്ഷാ. ഞങ്ങളുടെ പാർട്ടിക്കാരും ഈ പറഞ്ഞ തെരുവിലിറങ്ങി ഒരു ഉദ്യോഗസ്ഥനെയും ചീത്ത വിളിച്ചില്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥനെതിരെ മർദ്ദനം അഴിച്ചുവിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും കാണിച്ചുകൊണ്ട് കേസന്വേഷണത്തെ അട്ടിമറിക്കാമെന്ന് CPM നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സഖാക്കൾക്ക് പിണറായി വിജയനോടുള്ള ശത്രുത ഇതുവരെ തീർന്നിട്ടില്ല. ഇമാതിരി പണിയൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ വിജിലൻ്റ് ആവും, കൂടുതൽ കാര്യക്ഷമമായിട്ട് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകും. അദ്ദേഹം നൊന്ത് ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? അത്തരത്തിൽ പിണറായിയെ പിടിച്ച് അകത്തിടുന്നെങ്കിൽ ആകട്ടെ എന്ന് സഖാക്കന്മാർ കരുതിയതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.